السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഈ അടുത്ത ദിവസങ്ങളിലായി പലവിധ അപകടങ്ങളും ദുരന്തങ്ങളും നാം കേൾക്കുകയുണ്ടായി. മുമ്പിലേക്കിരുന്നാൽ ഉപകാരമായിരുന്നു, ഫ്രണ്ടിലേക്ക് കയറിയിരുന്നാൽ ഒരല്പം ഫ്രണ്ടിലേക്കിരുന്നാൽ പിള്ളേരും ഫ്രണ്ടിലേക്ക്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബഹുമാനികളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലവിധ അപകടങ്ങളും ദുരന്തങ്ങളും നാം കേൾക്കുകയുണ്ടായി. വാൽപ്പാറയിൽ 10ഓളം ആളുകൾ മരണപ്പെടുകയും 3 ആളുകൾ പരിക്ക് പറ്റി ചികിത്സയിലുമാണ്. 9ഉം 4ഉമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് തൃശ്ശൂർ നിരവധി ആളുകൾ പൊള്ളലേറ്റ് മരിക്കുകയും ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ഇപ്പോഴും കുറെ ആളുകൾ നിൽക്കുന്നു. കുറെ ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ മാസം തന്നെ 19-ാം തീയതി തമിഴ്നാട്ടിലും പടക്കശാലയ്ക്ക് തീപിടിച്ച് 26ഓളം ആളുകൾ മരണപ്പെട്ടു. അപകടകരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇരന്നു വാങ്ങിയതല്ലേ എന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ അതൊക്കെ അവരുടെ ഒരു ഉപജീവന മാർഗങ്ങളായിരുന്നു. സമാധാനത്തിനും ഒരൽപ്പം ആശ്വാസത്തിനും വേണ്ടിയാണ് അധ്യാപകർ വിനോദയാത്രക്ക് പോയത് എങ്കിൽ അവരും അപകടപ്പെട്ടതിൽ അവരെയും നാം വിമർശിക്കാൻ പാടില്ല.
ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ അപകടങ്ങളെയും ദുരന്തങ്ങളെയും കുറിച്ച് നാം കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ആദ്യം നാം ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത്? അവരേത് മതത്തിൽപ്പെട്ട ആളാണ്? പേരുകൾ നോക്കുമ്പോൾ നമ്മൾ നോക്കും, നമ്മുടെ മതത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? ബഹുമാനികളെ, ദുരന്തങ്ങളിലും അപകടങ്ങളിലും മതത്തെ തിരയുന്നവർ മനുഷ്യത്വമില്ലാത്തവരാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ പറയും. ഇന്നത്തെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, യൂട്യൂബിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. യോജിക്കുന്നവരുണ്ടാകാം, വിയോജിക്കുന്നവരുണ്ടാകാം. പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത്. ബഹുമാനികളെ, മനുഷ്യരോട് നാം എങ്ങനെ ഇടപെടണമെന്നും എങ്ങനെ പരിഗണിക്കണമെന്നും ആര് പഠിപ്പിച്ചു തന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. അത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കാണിച്ചു തന്നു? ആര് കാണിച്ചു തന്നു? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ നിലപാടുകളും വിലയിരുത്തലുകളും. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വലഖദ് കർറംനാ ബനി ആദം. മനുഷ്യനെ നാം ആദരിച്ചിട്ടുണ്ട് കേട്ടോ, മനുഷ്യനെ നാം ആദരിച്ചിട്ടുണ്ട്. ബഹുമാനികളെ, മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും മനുഷ്യന്മാർ പ്രയാസപ്പെടുന്നത് കണ്ടാൽ അവരുടെ മനസ്സിന് അലിവുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലഖദ് കർറംനാ, ബാക്കി എന്താ? ബനി ആദം എന്നാണ്. മുഅ്മിനീന മുസ്ലിമീന എന്നൊന്നുമല്ല. പിന്നെയോ ബനി ആദമ, മനുഷ്യനെ നാം ആദരിച്ചു എന്നുള്ളതാണ്. ഒരു ശവമഞ്ചം ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഹദീസ് സ്വഹീഹാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നഹാ ജനാസത്തു യഹൂദിയ്യ. അതൊരു യഹൂദിയുടെ ജനാസയല്ലേ നബിയേ? ബഹുമാനികളെ, ആ ഒരു പ്രതികരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? അന്നത്തെ കാലഘട്ടത്തിൽ നബിയും സ്വഹാബത്തും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്നത് യഹൂദികളിൽ നിന്നാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്, അല്ലേ? അപ്പൊ ഒരു യഹൂദിയുടെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് തങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോ സഹാബത്ത് പറയുകയാണ്, തങ്ങളെ നിങ്ങൾ എന്താ എഴുന്നേറ്റ്? ഇന്നഹാ ജനാസത്ത് യഹൂദിയ്യ, അതൊരു യഹൂദിയുടെ ജനാസയല്ലേ തങ്ങൾ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? അലൈസത്ത് നഫ്സാ, അതൊരു മനുഷ്യനല്ലയോ, അതൊരു മനുഷ്യനല്ലയോ എന്നതാണ്. ബഹുമാനികളെ, മനുഷ്യനെ എങ്ങനെ കാണണമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ ആദരിച്ചുവെന്ന് സൃഷ്ടാവ് പറഞ്ഞു. ആ ആദരവ് ജീവിതത്തിലൂടെ കാണിക്കുകയാണ് ചെയ്തത് തങ്ങൾ. എന്നിട്ട് ചോദിച്ചത് അലൈസത്ത് നഫ്സാ, അതൊരു എന്തല്ലേ, നഫ്സല്ലയോ, മനുഷ്യനല്ലയോ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. ബഹുമാനികളെ, പിന്നെ എവിടെ നിന്ന് കിട്ടി നമുക്ക് ഈ ചിന്ത? എവിടെ നിന്ന് കിട്ടി ഈ മതം തിരയുന്ന ഈ ചിന്ത? എവിടെ നിന്ന് കിട്ടി? പലപ്പോഴും അറിവില്ലായ്മയുടെ പേരിൽ മറ്റുള്ളവർ ചെയ്തു കൂട്ടുന്ന പല പ്രവണതയുടെയും പേരിലാകാം. വാൽപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ടവരെ കുറിച്ച് ഒരു മൃഗം, മനുഷ്യനെന്ന് പറയാൻ കഴിയില്ല, ഒരു മൃഗം പ്രതികരിച്ചത് എന്താണ്? മലപ്പുറത്തെ കുറെ ഹൂറില്യങ്ങൾ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ പ്രതികരിച്ചു ഒരു മനുഷ്യ മൃഗം എന്നുള്ളത്. അതിനെ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? മറ്റുള്ളവരെ സംബന്ധിച്ച് അവര് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അവരുടെ ആളുകളും കുറെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ദുരന്തങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇന്നും മുഅ്മിനീങ്ങൾക്ക് പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ബഹുമാനികളെ, മറ്റുള്ളവർ അവർ വിവരമില്ലാത്തതിന്റെ പേരിൽ, അറിവില്ലായ്മയുടെ പേരിൽ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങൾ അറിവുള്ള, വിശ്വാസമുള്ള, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയുള്ള, പരലോകത്തേക്ക് പോകണമെന്ന് വിശ്വാസമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മനുഷ്യരെ രണ്ട് രീതിയിലായിട്ടാണ്. ഇന്നമാ
ഇന്നമൻ നാസു റജുലാൻ, മനുഷ്യർ രണ്ട് വിഭാഗമാണ്. മുബ്തലൻ വ മുആഫ, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നവരുണ്ട്, സുഖത്തിലും സൗഖ്യത്തിലും ആയവരുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലായിട്ടാണ് നമുക്ക് വേർതിരിച്ച് കാണിക്കുന്നത്. ബഹുമാനികളെ, പലപ്പോഴും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോ മതത്തെ നമ്മൾ കൂട്ടുപിടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയുമോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്നുകിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരേ മതത്തിൽപ്പെട്ടവർ, നമ്മുടെ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ അവിടെയും ന്യായം കാണും. രാഷ്ട്രീയ ഭിന്നതയുടെ പേരിൽ പലപ്പോഴും നമ്മൾ ന്യായം കാണും, അല്ലെങ്കിൽ നമ്മുടെ സംഘടനാപരമായ നിലയിൽ നമ്മൾ ന്യായം കാണും. അപ്പൊ നമ്മൾ ന്യായം കാണുന്നത് നമ്മുടെ സ്വാർത്ഥതയുടെ പേരിലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്, പാടില്ല എന്നല്ല. പണ്ഡിതന്മാര് പറയുന്നു, ഇന്നമൻ നാസു റജുലാൻ, മനുഷ്യന്മാർ രണ്ട് വിഭാഗം. ഒരു വിഭാഗം മുബ്തലൻ, അവർ പരീക്ഷണത്തിന് വിധേയമാക്കുന്നവർ. മുആഫൻ, ഒരു വിഭാഗം സുഖത്തിലും സൗഖ്യത്തിലുമുള്ളവർ. എന്ന് പറഞ്ഞാൽ ഈ വിഭാഗങ്ങളെ വേർതിരിക്കുന്നത് എപ്പോഴും പരീക്ഷണത്തിലായവർ എന്നല്ല. ഒരു വിഭാഗം ആളുകൾ പലപ്പോഴും ചിലപ്പോൾ പരീക്ഷണത്തിലായിരിക്കും, സുഖത്തിലാകും. ഒരു വിഭാഗം ആളുകൾ സുഖത്തിൽ. അങ്ങനെ രണ്ട് രീതിയിലായിട്ട് വേർതിരിച്ച് കാണിക്കുന്നു. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു, ഫർഹമു അഹ്ലൽ ബലാ, പരീക്ഷണത്തിലായവരോട് നിങ്ങൾ കരുണ ചെയ്യൂ. അത് റഹ്മാനായ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടാൻ നിങ്ങൾക്ക് കാരണമായി തീരും. വഹ്മദുല്ലാഹ അലൽ ആഫിയ, സുഖവും സൗഖ്യവും തന്നതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കൂ, അല്ലാഹുവിനെ ഹംദ് ചെയ്യൂ. ഇതാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഇതാണ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അഹ്ലൽ ബലാ എന്നാണ് പറയുന്നത്, അല്ലെ? ഇവിടേക്ക് വിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ടോ? കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഫർഹമു, നിങ്ങൾ കരുണ ചെയ്യൂ. അഹ്ലൽ ബലാ എന്താ പറഞ്ഞത്? അഹ്ലൽ ഇസ്ലാം എന്നോ അഹ്ലൽ ഈമാൻ എന്നോ ഒന്നുമല്ല. മനുഷ്യരെയാണ് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, പരീക്ഷണത്തിന് വിധേയരാക്കപ്പെടുന്ന മനുഷ്യർ. ബഹുമാനികളെ, ഒരുപാട് കുടുംബങ്ങൾ അനാഥത്വത്തിലേക്കും വിധവത്വത്തിലേക്കും കടക്കുമ്പോ അവരെ മതം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പാടില്ല എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദുരന്തമുണ്ടായതിന്റെ അടുത്ത ദിവസം സുബഹിക്ക് ശേഷം ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു. എന്താ പറഞ്ഞത്? എല്ലാവരോടും കൂടിയാ പറഞ്ഞത്, നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തുക്കളും പവിത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഓരോ മനുഷ്യരുടെയും അവസ്ഥ അങ്ങനെയാണ്. അത് അല്ലാഹു നൽകിയതല്ലേ? അല്ലാഹു നൽകിയ ജീവനും അല്ലാഹു നൽകിയ സ്വത്തും എല്ലാം ഹറാമുൻ അലൈക്കും, അത് നിങ്ങളുടെ മേൽ ഹറാമാണ്. അത് പവിത്രമായിട്ട് തന്നെ നിങ്ങൾ കാണണം. നഷ്ടമാകുന്ന രീതിയിലേക്ക് നീങ്ങരുത്. ഇങ്ങനെയുള്ള അപകടകരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതത്വം നേടണമെന്നത് സൃഷ്ടാവിന്റെ താല്പര്യമാണ്, കൽപ്പനയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് നമ്മളോട് പറയുന്നുണ്ട്, വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന, നിങ്ങളിൽ നിന്നും ചില ആളുകൾക്ക് ചില ആളുകളെ നാം ഫിത്നയാക്കുന്നുണ്ട്, പരീക്ഷണമാക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. കഴിഞ്ഞ മാറാൻ നമുക്ക് നിർവാഹമില്ല. കണ്ണടച്ചാൽ നമുക്ക് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ താല്പര്യം അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ നമ്മുടെ വികലമായ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിന്റെ കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന, നിങ്ങൾ ചില മനുഷ്യർക്ക് ചില മനുഷ്യർ ഫിത്നയാണ്, പരീക്ഷണമാണ്. ഇതിനെ മുഫസ്സിറുകൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഫൽ മരീദു ഫിത്നത്തുൽ ലിസ്സഹീഹി വൽ ഫഖീറു ഫിത്നത്തുൽ ലിൽഗനി വൽ മുബ്തന ഫിത്നത്തുൽ ലിൽ മുആഫ. എന്തേ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ശരീഫ്? ഫൽ മരീദു ഫിത്നത്തുൻ, മരീദ് രോഗി പരീക്ഷണമാണ്.
ആരോഗ്യമുള്ള ആൾ. ആരോഗ്യമുള്ള ആള് രോഗിയെ കുറ്റപ്പെടുത്തുകയാണോ അതല്ല ശുശ്രൂഷിക്കുകയാണോ എന്ന് അല്ലാഹു തആല നോക്കും. നിന്റെ കയ്യിൽ കൊണ്ടല്ലടാ നീ രോഗിയായത്, അങ്ങനെ അനുഭവിച്ചോ? അല്ല, സ്വഹീഹ് ആരോഗ്യമുള്ള ആൾക്ക് പരീക്ഷണമാണ് രോഗി എന്നുള്ളത്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. പിന്നെയോ വൽ ഫഖീറു ലിൽ ഖനിയ്യി വൽ ഫഖീറു ഫിത്നത്തുൽ ലിൽ ഖനിയ്യി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വൽ ഫഖീറു ദരിദ്രൻ ഫിത്നത്തുൽ ലിൽ ഖനിയ്യി, സമ്പന്നന് പരീക്ഷണമാണ്. ഒന്നും അധ്വാനിക്കാതെ അങ്ങനെ കിടന്നുറങ്ങിയിട്ട് ദരിദ്രനായിട്ട് എന്റെ അടുത്ത് നീ പൈസ വെച്ച് വന്നേക്കുന്നോ? ഉണ്ടെങ്കിൽ കൊടുക്കാം സന്തോഷത്തോടെ. എന്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഒന്നും പറയാൻ പാടില്ല. അവൻ നമുക്കുള്ള ഫിത്നയാണ്. അത് പരിശുദ്ധ ഖുർആൻ ശരീഫ് സാക്ഷിയാണ്. വൽ ഖനിയ്യു ഫിത്നത്തുൽ ലിൽ ഫഖീരി. മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നു വൽ മുബ്തലാ ഫിത്നത്തുൽ ലിൽ മുആഫാ. പരീക്ഷണത്തിന് വിധേയമായവർ, പരീക്ഷണത്തിന് വിധേയമാകാത്തവർക്കുള്ള ഫിത്നയാണ്, പരീക്ഷണമാണ്. ഇല്ലേ, ഒരുപാട് ആളുകൾ പടക്കശാല കത്തി മരണപ്പെട്ടു. അവരുടെ കുടുംബങ്ങളുടെ ഇന്നത്തെ അവസ്ഥ, ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ ജോലി ചെയ്തു. ഇന്ന് അവർ പ്രയാസത്തിലും വിഷമത്തിലുമാണ് എങ്കിൽ അവരുടെ അടുത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ പോകണം, അവരെ ആശ്വസിപ്പിക്കണം, അവരെ സമാധാനിപ്പിക്കണം. അത് നമ്മുടെ മതത്തിന്റെ താല്പര്യമാണ്, ദീനിന്റെ താല്പര്യമാണ്. മുബ്തല എന്ന് പറഞ്ഞത് ബഹുമാനികളെ പരീക്ഷണത്തിന് വിധേയരാക്കപ്പെട്ടവർ. സത്യത്തിൽ പരീക്ഷണത്തിന് വിധേയരാക്കപ്പെട്ടവർ ആരാ? മരണപ്പെട്ടവരാണോ? മരണപ്പെട്ടവരെക്കാളും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാക്കപ്പെടുന്നത് ജീവിച്ചിരിക്കുന്നവരാണ്. അവരെയാണ് നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്, അവർക്കാണ് സമാധാനം കൊടുക്കേണ്ടത്. അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിന്റെ താല്പര്യമാണ്, ഹദീസിന്റെ താല്പര്യമാണ്. വിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് ആശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സ്വർഗത്തിന്റെ ആഭരണങ്ങളിൽ നിന്നും 2 ആഭരണം എടുത്തുകൊണ്ട് അല്ലാഹു തആല അവനെ അണിയിച്ചു കൊടുക്കുന്നതാണ്. ആർക്കാ ബഹുമാനികൾ? പടക്കശാല കത്തി മരണപ്പെട്ട ആളുടെ കുടുംബത്തിൽ പോയി ആശ്വാസം പറഞ്ഞാലും ഈ പ്രതിഫലം അല്ലാഹു തആല നൽകും എന്നുള്ളതാണ്. എന്താ പറഞ്ഞ ഹദീസ്? മൻ അസ്സാ മുസാബ, പ്രയാസം അനുഭവിക്കപ്പെട്ട ഒരു മനുഷ്യനെ ആരെങ്കിലും ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ കസാഹുല്ലാഹു ഹുല്ലതൈനി, 2 ആഭരണങ്ങൾ അല്ലാഹു തആല അവൻ അണിയിച്ചു കൊടുക്കുന്നതാണ്. മിൻ ഹുലലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആഭരണങ്ങളിൽ നിന്നും 2 ആഭരണം അല്ലാഹു അവന് നൽകുന്നതാണ്. പ്രയാസം അനുഭവിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നവർക്ക് അല്ലാഹു തആല നൽകുന്ന വാഗ്ദാനമാണ്. മതത്തെ തിരയരുത്, അങ്ങനെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. വിഷമം അനുഭവിക്കുന്നവരുടെ മതം തിരയരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനവരുടെ അടുക്കലേക്ക് ഒരു മജൂസിയായ മനുഷ്യൻ ഭക്ഷണം തേടിക്കൊണ്ടാവുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബുല്ലീഫാനാണ് അല്ലേ, അതിഥികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ. പ്രവാചകന്റെ അടുക്കലേക്ക് മജൂസിയായ അഗ്നി ആരാധകനായ ഒരാൾ വന്നുകൊണ്ട് ഒരല്പം ഭക്ഷണം ക്ഷണിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, മുസ്ലിം ആകാവോ നിനക്ക്? നീ മുസ്ലിം ആകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഇങ്ങനെ പറയണം, ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് ഭിക്ഷമായ ഭക്ഷണമൊക്കെ തരാം, മുസ്ലിം ആകാവോ? പരലോകത്ത് നിനക്ക് ഉന്നതമായ വിജയമൊക്കെ തരും. നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടവരാണല്ലോ, അള്ളാഹു നമ്മുടെ സൃഷ്ടിച്ച്, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്താം. അപ്പൊ മനുഷ്യനിക്ക് തോന്നി ഭക്ഷണം കിട്ടണമെങ്കിൽ മുസ്ലിം ആകും. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട. ഇബ്രാഹിം നബി ഇസ്ലാമിനോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട. ബഹുമാനികളെ, നമ്മൾ ഓരോരുത്തരും സാമൂഹികമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഒരിക്കലും മതത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം, എന്നാലും സാന്ദർഭികമായിട്ട് ഞാൻ ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പോ ഈ മനുഷ്യൻ തിരിച്ചുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിയിപ്പ് കൊടുക്കുകയാണ്, യാ ഇബ്രാഹിം അലൈഹിസ്സലാം,
അർസുഖുഹു അലാ കുഫ്രിഹി 40 സന. ഈ മനുഷ്യൻ അഗ്നി ആരാധകനായ നിലയിൽ തന്നെ 40 വർഷം റിസ്ക് കൊടുത്തവൻ ഞാനാണ്. ഒരു നേരത്തെ ഭക്ഷണമല്ലേ നിന്നോട് ചോദിച്ചത്, നിനക്കെന്തേ അത് കൊടുത്തൂടായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞെട്ടിപ്പോയി. ഉടനെ തന്നെ പിറകെ പോയി, കിലോമീറ്ററുകളോളം പുറകെ പോയി. എന്നിട്ട് മാപ്പ് ചെയ്യണമെന്ന് പറയുക. ആ മനുഷ്യനെ കണ്ട ഉടനെ തന്നെ പറയുകയാണ്, നിങ്ങൾ എന്നോട് മാപ്പാക്കണം. നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പാടില്ലാത്ത പലതും സംസാരിച്ചു പോയി, നിങ്ങൾ എന്നോട് മാപ്പാക്കണം. ആരാണിത് പറയുന്നത് ബഹുമാനികളെ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് പറയുന്നത്. നിങ്ങൾ എന്നോട് മാപ്പാക്കണം. നിങ്ങളോട് പറയാൻ പാടില്ലാത്തതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരണമായിരുന്നു. കാരണം ഏതൊരു അള്ളാഹുവിനെയാണോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയത്, ആ അള്ളാഹു തന്നെയാണ് നിങ്ങൾക്ക് 40 വർഷവും ഭക്ഷണം നൽകിയത്. ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എന്നോട് മാപ്പാക്കണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് ഈ മനുഷ്യൻ ഓടി വന്നേക്കുന്നത്. വന്യവയോധികനായ ഈ മനുഷ്യൻ ഓടി വന്നേക്കുന്നത് എന്റെ പിറകെ പോയി, കൂടെ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് പിരിയുന്ന സമയത്ത് കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ അല്ലാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങളെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ആ മജൂസിയ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, യാ ഇബ്രാഹിം ലാ തംനഅ ഖൈറക മിൻ അജ്ലി ദീനിഹി. ഒരു മനുഷ്യനും നിന്റെ നന്മ തടയരുത് അവന്റെ മതം കാരണമായി. വലിയൊരു പാഠമാണ് ബഹുമാനികളെ. നിസ്സാര കാര്യമല്ല ഇത്. ഒരു പടക്കശാല കത്തി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. എന്തെങ്കിലും ഒരു മനസ്സിനൊരു വിഷമം നമ്മളിൽ ഉണ്ടായോ? ഇല്ലെങ്കിൽ എന്ത് മനുഷ്യത്വമാണ് നമുക്കുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായ പ്രവാചകനോട് പറയുകയാണ്, ലാ തംന ഖൈറക മിൻ അജ്ലി ദീനിഹി. നിനക്കൊരു ഖൈറുണ്ട്, നിനക്ക് നല്ലൊരു സംസ്കാരമുണ്ട്, നിനക്ക് നല്ലൊരു സ്വഭാവമുണ്ട്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. മിൻ അജ്ലി ദീനിഹി, അപരന്റെ ദീനിനെ, മതത്തെ നോക്കിക്കൊണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അപ്പോൾ പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ലാ തംന ഖൈറക, നിന്റെ ഖൈർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിൽ ഓരോരുത്തരും ഒരു ഖൈർ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നമ്മളിൽ അല്ലാഹു തആല ഒരു നന്മ നൽകിയിട്ടുണ്ട്, നല്ല സ്വഭാവം നൽകിയിട്ടുണ്ട്, നല്ല സംസ്കാരം നൽകിയിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ നന്മ ഇല്ലാതെ ആക്കരുത്. ലാ തംന ഖൈറക മിൻ അജ്ലി ദീനിഹി. ഒരാളുടെയും മതം നോക്കിക്കൊണ്ട് നിന്റെ ദീനിനെ, നിന്റെ സംസ്കാരത്തെ, നിന്റെ ഖൈറിനെ നീ തടയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വേറൊരു ദിവസം ഒരു മജൂസിയായ അഗ്നി ആരാധകനായ മനുഷ്യൻ. ആ സമയത്ത് ഈ മനുഷ്യനെ വല്ലാത്ത രീതിയിൽ ആദരിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, റബ്ബനാ ഖലീലുക തുക്രിമു അദുവക. റബ്ബേ, നിന്റെ ഖലീൽ ഇതാ നിന്റെ ഒരു അദുവിനെ, നിന്റെ ഒരു ശത്രുവിനെ ഇതാ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. രണ്ട് ചരിത്രവും മനസ്സിലാക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. മുയിലാരെങ്കിലും പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ ശരിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ അഗ്നി ആരാധകനായ മനുഷ്യനെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി ആദരിച്ചു, ബഹുമാനിച്ചു, സുഭിക്ഷമായ ഭക്ഷണം നൽകിയപ്പോ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബനാ ഖലീലുക തുക്രിമു യുക്രിമു അദുവക. റബ്ബേ, നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നി ആരാധകനായ നിന്റെ ശത്രുവായ ഒരു അടിമയെ ആദരിച്ചിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, പോയി അന്വേഷിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രവാചകനല്ലേ, മലക്കുകളുമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണല്ലോ. നിങ്ങൾ പോയി അന്വേഷിക്കുക, എന്തുകൊണ്ടാണ് എന്റെ ശത്രുവിനെ നീ ആരാധിച്ചതെന്ന് ഞാൻ ചോദിച്ചതായിട്ട് നിങ്ങൾ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ എന്തുകൊണ്ട് ആരാധിച്ചു, എന്തുകൊണ്ട് ആദരിച്ചു എനിക്കറിയാം, നിങ്ങൾ പോയി ചോദിക്കാൻ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ മലക്കുകൾ വന്ന് ചോദിക്കുന്ന സമയത്ത് മലക്കിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? ബഹുമാനികളെ, നമ്മൾ ഒരിക്കലും ഇത് മറന്നു പോകാൻ പാടില്ലാത്ത വചനമാണ്. ഖുൽ ലിറബ്ബി, അല്ലയോ മലക്കേ, നീ പോയിക്കൊണ്ട് എന്റെ രക്ഷിതാവിനോട് പറയൂ, തഅല്ലംതുൽ ജൂദ മിൻക.
റബ്ബിനോട്, എന്റെ റബ്ബിനോട് നീ പോയിക്കൊണ്ട് പറയണം. എന്താ പറയണ്ടേ? തഅല്ലംതുൽ ജൂദ മിൻക. റബ്ബേ, മറ്റുള്ളവരോട്, മനുഷ്യരോട് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പഠിച്ചത് നിന്നിൽ നിന്നുമാണ്. അല്ലാഹുവല്ലേ നിന്നെ പറഞ്ഞു വിട്ടത്? ആ അല്ലാഹുവിനോട് നീ പോയി പറ. എന്ത് പറയണം? തഅല്ലംതുൽ ജൂദ മിൻക. കാരുണ്യവും സ്നേഹവും സഹവർത്തിത്വ മനോഭാവവും ഞാൻ പഠിച്ചത് മിൻക, നിന്നിൽ നിന്നുമാണ്. എന്തുകൊണ്ട്? ലിഅന്നക തുഹ്സിനു ലിമൻ അസാഅ. ദോഷം ചെയ്യുന്നവർക്കും നീ ഒരുപാട് നന്മകൾ ചെയ്യുന്നവനല്ലേ, നിന്നിൽ നിന്നുമാണ് ഞാൻ ആ സ്നേഹം പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്. ബഹുമാനികളെ, നമുക്ക് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി? ഒരിക്കലും മതം തിരയാൻ പാടില്ല. വിഷമിക്കുന്ന ഒരാളുടെയും മതം തിരയാൻ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണം, ഒരു രീതിയിലും ഉപദ്രവിക്കാൻ പാടില്ല. സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, അവരുടെ ഉത്സവങ്ങളും അവരുടെ ആഘോഷങ്ങളും നടത്തിക്കൊടുക്കുന്ന നടത്തിപ്പുകാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഒന്നും വേണ്ട. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അനധിവിദൂര ഭാവിയിൽ ഇവരിൽ നിന്നും തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതൊന്നും അല്ലാഹു തആല പറയുന്നില്ല, അത് അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല. അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിലൂടെ മറ്റുള്ളവരുടെ സ്നേഹം സമ്പാദിക്കാൻ നാം തയ്യാറായാൽ അല്ലാഹുവിന്റെ സ്നേഹവും ഉണ്ടാവുകയില്ല, മനുഷ്യരുടെ സ്നേഹവും നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മൾ ചെയ്യേണ്ടത് ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നതാണ്. എല്ലാവരുടെയും ആഘോഷത്തിൽ, അവരുടെ ആഘോഷത്തിൽ നമ്മൾ വകവെച്ചു കൊടുക്കുക എന്നതാണ്. പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നതാണ്. അല്ലാതെ അവരുടെ ആഘോഷം നടത്തിപ്പുകാരായിട്ട് മുസ്ലിമീങ്ങൾ മാറരുത് എന്ന് സ്നേഹത്തോടെ, വേദനയോടെ, സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. നിർത്തുന്നു പ്രഭാഷണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. പല വിപത്തുകളും നമ്മൾ തന്നെ ഇരന്നു വാങ്ങുന്നതാണ്. പല വിപത്തുകളും നമ്മൾ തന്നെ അല്ലാഹുവിൽ നിന്ന് ഇരന്നു വാങ്ങുന്നതാണ്. എന്തുകൊണ്ട്? അവസരങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വരുമ്പോ അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. കഴിവുണ്ടെങ്കിലും നമ്മൾ കണ്ണടക്കുന്നു. ഉദാഹരണം എന്താ? ഉളുഹിയ്യത്ത് കർമ്മം. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിശദമായിട്ട് പറയാം. സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, ഉളുഹിയ്യത്ത് കർമ്മം ഒരു മനുഷ്യന്റെ ഒരുപാട് ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന അമലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. കഴിവുണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ണടച്ച് മാറി നിൽക്കുന്നു. ഒരു ഷെയർ കൂടാൻ ആർക്കാ കഴിയാത്തത്? 16 ആണോ തീരുമാനമായോ? 10,000 അല്ലേ? ഇൻഷാ അല്ലാഹ് 10,000 ആണ് ഒരു ഷെയർ തീരുമാനമായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ഒരു ഷെയർ കൂടാൻ ഇന്ന് ഒരു 10,000 കിട്ടാത്ത യുവാക്കൾ അല്ലെങ്കിൽ ഒരു കുടുംബം നടത്തുന്നവർ ആരാണ്? എല്ലാവരും ഭാഗവാക്കാകാണെങ്കിൽ നടത്തുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, പല വിപത്തുകളും തടയപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളത് ചെയ്യാത്തതിന്റെ പേരിൽ പല വിപത്തുകളും നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലും വരാൻ സാധ്യതയുണ്ട്. സാന്ദർഭികമായിട്ട് ഉണർത്തിയതാണ്. കഴിയുന്നവരെല്ലാവരും ഉളുഹിയ്യത്തിൽ ഭാഗവാക്കാകണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിപത്തുകൾ ബാധിച്ചിട്ടുള്ള എല്ലാവർക്കും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വർഷത്തെ ഉളുഹിയ്യത്ത് കർമ്മം ഇതിലുണ്ട്. എല്ലാവരും വിശദമായിട്ട് തന്നെ സെക്രട്ടറി എഴുതി അറിയിച്ചിട്ടുണ്ട്. ഈ ഉളുഹിയ്യത്തിന് ഷെയർ മെയ് 15 വരെ കമ്മിറ്റി ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. മെയ് 15 ആകാൻ നിൽക്കണ്ട, ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെയുണ്ടെന്ന് എന്താ സംഭവം എന്നറിയാം. അതായത് ഒരു 100 രൂപ ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അപ്പൊ കൊടുത്തില്ലെങ്കിൽ പിന്നെ വരും നാളെ ഒരു സ്ഥലത്ത് പോകാൻ. അതുകൊണ്ട് 100 വേണ്ട, 50 ആക്കാം. 50 അങ്ങനെ ഒരു ആവശ്യങ്ങൾ ചിന്തിച്ച് അവസാനം 100 എന്നുള്ളത് എന്താ അവിടെ 10-ലെത്തില്ലേ? ഇത് നമ്മുടെ മനുഷ്യരുടെ സ്വഭാവമാണ്. കഴിയുന്നവർ മനസ്സിൽ ആഗ്രഹം വന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ആ തീരുമാനം കമ്മിറ്റിയെ അറിയിക്കുക. കമ്മിറ്റി അറിയിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പൈസ പിന്നീട് കൊടുത്താലും മതി, ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയറിൽ ഉണ്ടാകുമെന്ന തീരുമാനം അത് നമ്മൾ ഇൻഷാ അല്ലാഹ് കമ്മിറ്റി അറിയിക്കണമെന്ന് ഉണർത്തുകയാണ്. 10,000 രൂപയാണ് ഷെയർ. മെയ് 15 വരെയാണ് അതിനുള്ള സമയം തന്നിട്ടുള്ളത്.
അടുത്തതായി മറ്റു കാര്യം പറയാനുള്ളത്, ആൺകുട്ടികൾക്കുള്ള പ്രീ മാരിറ്റൽ കോഴ്സ് മെയ് 2, 3 ശനി ഞായർ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നതാണ്. അപേക്ഷ ഫോറം ഓഫീസിൽ നിന്നും കൈപ്പറ്റാവുന്നതാണ്. ഇന്ന് മുതൽ തന്നെ കൈപ്പറ്റാവുന്നതാണ്. പ്രീ മാരിറ്റൽ കോഴ്സ് പൂർത്തിയാകുന്നവർക്ക് മാത്രമാണ് കല്യാണത്തിനുള്ള അനുമതി സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആൺകുട്ടികൾക്കുള്ള ഈ ഒരു അവസരം എല്ലാവരും മുതലാക്കണമെന്ന് സന്ദർഭമായിട്ട് ഉണർത്തുകയാണ്. മെയ് 2, 3 തീയതികളിലാണ് മയ്യിത്ത് നിസ്കാരം പറഞ്ഞിട്ടുള്ളത്. വാൽപ്പാറ വാഹന അപകടത്തിൽ ചികിത്സയിലായിരുന്ന നൗഷാദലിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മയ്യിത്ത് നിസ്കാരമുണ്ട്. കാളങ്ങാട് നഫീസ പഴയന്നൂർ, അല്ലാഹു തആല അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. കീപ്പുള്ളിക്കര മുഹമ്മദ് ഭാര്യ നഫീസ അവർക്കും മയ്യിത്ത് നിസ്കാരമുണ്ട്. അല്ലാഹു തആല അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പി മാമു മുസ്ലിയാർ പാലക്കൽ ഹൗസ് അവർക്ക് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരമുണ്ട്. അല്ലാഹു തആല അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വിഷമങ്ങൾക്കെല്ലാം നീ പരിഹാരം നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം ഞങ്ങളുടെ വിഷമ സമയത്ത് ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് നീ ഇരുലോകത്തും കൺകുളിർമയുള്ള പ്രതിഫലം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാനും നിന്റെ സ്നേഹം അതിലൂടെ കരസ്ഥമാക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയിട്ടുള്ള നിഅമത്തുകളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നീ നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി നീ നൽകണം റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഖൈറായ അനുയോജ്യരായ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പലവിധ വേദനകളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ആശ്വാസം നൽകണം റഹ്മാനെ. നിത്യമായി പള്ളിയിൽ വന്ന ഒരു സഹോദരൻ അല്ലാഹുവേ പള്ളിയിൽ വരാതെ വേദനയിലും പ്രയാസത്തിലുമാണ്. നാഥാ, നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ആറടി മണ്ണിലാണ്. നാഥാ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. പടച്ചവനെ, ഈ വർഷം ഹജ്ജിനും ഉംറക്കുമായി പോകുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും നല്ല നിലയിൽ നിർവഹിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരു സഹോദരിക്ക് പകരം പോകുന്ന ആളുകൾ റബ്ബേ അവരുടെ ഹജ്ജും ഉംറയും നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് പല ആവർത്തി ആ ഭവനത്തിലേക്ക് വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. സഹായിക്കാൻ തീരുമാനമെടുത്തവരെയും നീ സഹായിക്കണം റഹ്മാനെ. റബ്ബനാ റഹ്മഹും കമാ റബ്ബൗനാ സിഗാറാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.